തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ നടപടി ആവശ്യപ്പെട്ട് കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിലാണ് അവിടെ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും KSU പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണ്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. KSUവിൻ്റെ കമ്മീഷണർ ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാമത് തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, KSU മാർച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. KSU പ്രവർത്തകർ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല, അല്ലേ? വിജയകുമാർ, തീർച്ചയായും മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച് വന്നത്. അത് BSNL ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി ആദ്യം പ്രയോഗിച്ചത്. രണ്ടാമതും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ നിന്നതോടുകൂടിയിട്ടാണ് രണ്ടാമതും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ജലപീരങ്കിക്ക് നേരെ ഉൾപ്പെടെ കൊടികെട്ടിയിരുന്ന വടികൾ ഉൾപ്പെടെ എറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. മറുവശത്ത് പോലീസുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി സമരത്തിനെത്തിയിരുന്ന നിരവധി KSU പ്രവർത്തകർ വശങ്ങളിലേക്ക് ഉൾപ്പെടെ മാറി നിൽക്കുന്നുണ്ട്. ഒരു ഭാഗം പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്നത്. 2 തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം KSU പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. അവർ ഇപ്പോഴും ആ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് ബാരിക്കേഡ് ഇളക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എറണാകുളത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കുള്ള KSU മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചതിൻ്റെതാണ്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് റോഡ് ഉപരോധിച്ച് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ റാഗിംഗ് പീഡനത്തെ തുടർന്നാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്ന പരാതി, എന്ന ആരോപണം ശക്തമാണ്. അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് KSU ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ ഇപ്പോൾ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.